ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അതാണ് ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിന് നടുവിലേക്ക് ചെറിയൊരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അംഗൻവാടിയിലേക്ക് ചെറിയൊരു വർക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് മുമ്പ് പഠിച്ച കുട്ടികൾ പോകണ കാരണം ചെറിയൊരു സെൻഡ് ഓഫ് പോലെയുണ്ട്. അപ്പോൾ കുട്ടികളുടെ മുഖത്ത് ചെറിയൊരു മാസ്ക് പോലെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒരു ഫ്ലേവറിൻ്റെ ആകൃതിയിലാക്കി തരാമെന്ന് കേട്ടോ. അപ്പോൾ നടുവിലത്തെ റൗണ്ട് വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുട്ടികളുടെ മുഖം വരുന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒരു പൂ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അതിന് വേണ്ടി നമ്മൾ കാർഡ്ബോർഡിൽ റൗണ്ട് ഷേപ്പ് വരച്ചതിന് ശേഷം ഇതുപോലെ ഇതളുകൾ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ തുറക്കാറായില്ലോ. അപ്പോൾ ഇതുപോലെ കുറേ വർക്കുകളൊക്കെ ആവശ്യമായിട്ട് വരും. അതുപോലെ അംഗൻവാടിയിലാണെങ്കിലും ടീച്ചർമാർക്കൊക്കെ ആണെങ്കിലും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഇതളുകൾ വരച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലോ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ വർക്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ മോള് UKGയിലേക്കാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വർക്കുകളൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ ഇതിലിടാം കേട്ടോ. അപ്പോൾ UKGയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അതാ നമ്മളതുപോലെ മുഴുവൻ ഇതളുകളും ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതാ നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് ഈ ഇതളുകളൊക്കെ ഒന്ന് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതളൊക്കെ കട്ട് ചെയ്തപ്പോൾ നല്ലൊരു പൂവിൻ്റെ ആകൃതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ നടുവിലത്തെ റൗണ്ട് കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുവേണ്ടി ഞാനൊരു ബ്ലേഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ അത്ര ഷേപ്പായിട്ട് കിട്ടില്ല. അത് കാരണമാണ് കേട്ടോ ഞാൻ ബ്ലേഡ് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ എന്ത് ഉപയോഗിച്ചുകൊണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് അവരുടെ സഹായം തേടണം കേട്ടോ. അപ്പോൾ ബ്ലേഡ് ഒന്നും ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതേ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നും കൂടി ഭംഗിയാക്കി എടുക്കാം കേട്ടോ. അതിനുവേണ്ടി നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനവിടെ റെഡ് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാ ഇതളുകളിലേക്കും ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ റെഡ് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടി യെല്ലോ കളർ എടുത്തിട്ട് ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ ഇതിലും ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ കേട്ടോ വർക്ക്. നമുക്കത് ഉണങ്ങാനായിട്ട് വെക്കാം. നമുക്കത് മാളുവിൻ്റെ മുഖത്തേക്കൊന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.